ഇങ്ങനെ ഒരു അച്ഛൻ്റെ റോളുണ്ട്, അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരുടെ അച്ഛൻ്റെ റോളാണ്? അല്ല വിജയുടെ അച്ഛൻ്റെ റോളാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ തമാശ പറയുകയാണെന്ന് വിചാരിച്ചു. ഇല്ല ശരിക്കും ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളെ എന്നൊക്കെ പറഞ്ഞു. മുംബൈയിലായിരുന്നല്ലോ ഷൂട്ടിംഗ് എല്ലാം. അപ്പോൾ അതങ്ങനെ നേരിട്ട് അങ്ങ് പോയി അവിടുത്തെ കാര്യങ്ങൾ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു. ലൊക്കേഷനിലെ വിജയ് വളരെ കൂളാണ്, വെരി സൈലൻ്റാണ്, സോഫ്റ്റാണ്. ആ ഷോട്ടിൽ മാത്രം കാര്യങ്ങൾ ചെയ്യും. പിന്നെ വളരെ കോർഡിയലാണ്, എല്ലാവരോടും നന്നായിട്ട് പെരുമാറും. ചെറിയ ആൾ വലിയ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ ഷോട്ടിനിടയിൽ ചില ബ്രേക്കൊക്കെ വരുമല്ലോ. സാധാരണ ആണെങ്കിൽ ഞാൻ വിചാരിച്ചു അങ്ങേര് കാരവാനിൽ പോയി വിശ്രമിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. ഞങ്ങൾ 3-4 പേര് റൂമിൽ ഇരിക്കുമ്പോൾ അങ്ങേര് അവിടെ വന്ന് കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതാണ്, അത്ര സിമ്പിളാണ്. വേറെ എന്നുള്ളത് അപ്രീസിയേഷനാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് ഞാൻ ഒരു സീനിൽ, അതായത് ആദ്യത്തെ ഒരു സീനുണ്ട്, ഈ ട്രെയിനിൽ വരുന്ന സീനാണ്. അതിലൊന്ന് ലീവിലാണ് വരുന്നത്. ആ ലീവിൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുള്ളൊരു ഇതിലാണ് അച്ഛനും അമ്മയും. അപ്പോൾ അതിൽ നിന്ന് എളുപ്പം വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ നെക്സ്റ്റ് ഡേ വേറൊരു ഷോട്ടിൽ ടാക്സിയിൽ പോകുന്ന ഇതാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലെ ആക്ടിങ് വളരെ നന്നായിരുന്നു കേട്ടോ ആ സ്റ്റേഷൻ ക്രൗഡിൽ. ഞാൻ പറഞ്ഞു വളരെ താങ്ക്സ് പറഞ്ഞു. ഞാൻ വേറെ എന്ത് പറയാൻ, എന്നോട് പറയേണ്ട കാര്യമൊന്നും ഇല്ല ഒരു വലിയ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ എന്നാലും അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അപ്രീസിയേഷൻ ചെയ്യുന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ഒരു വലിയ സ്റ്റാറിൻ്റെ ഗമയൊന്നും ഞാൻ കണ്ടില്ല അവിടെ. സാധാരണ പോലെ, അതായത് ഒരു ആക്ടർ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു അപ്രോച്ചാണ്. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.